വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിതോടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ മോമോസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കും. വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു നേരിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ ഭൂരിയൊക്കെ മാവ് സെറ്റാക്കി എടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് ടൈം തന്നെ ഇതിനായിട്ടൊന്ന് മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കുഞ്ഞ മോമോസ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് എന്ത് ചെയ്യാണ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് ടൈം എന്തായാലും ഒരു 5 മിനിറ്റെങ്കിലും നല്ല രീതിക്ക് ഒന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവ് നല്ല രീതിക്ക് സെറ്റായി കിട്ടും. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മോമോസ് തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയ ഏതെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല എന്നുള്ള ചെറിയ സ്റ്റിക്കറെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ദാ മാവ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ടൈം എന്ത് ചെയ്യാം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അത്രയും കുറച്ചുകൂടെ നല്ലതായിരിക്കും, മാവ് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് വാഷ് ചെയ്ത് വെച്ചതായിരുന്നു. ഇനി ഇത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫില്ലിങ് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല സ്പൈസി ആയിട്ടുള്ളതല്ല ചെയ്തെടുക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൈ വെച്ച് നല്ല രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഈ ടൈമിൽ തന്നെ അത്യാവശ്യം സ്പൈസസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതെന്ത് ചെയ്യണം, ഒന്നുകൂടെ നമ്മൾ ഒന്ന് കൈ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് സെറ്റാക്കിയെടുക്കുക. അതിന് ശേഷം കുറച്ച് ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഭൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോന്നെടുത്തിട്ട് എന്ത് ചെയ്യണം, നല്ല നൈസാക്കിയിട്ട് എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കാം. പക്ഷേ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ തിന്നായിട്ടുണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് ഫില്ലിങ്ങല്ലേ വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ അത് നല്ല തിന്നാവുമ്പോൾ ഒട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം തിന്നാക്കാണ്ട് നമുക്ക് അറിയുണ്ടാവുമല്ലോ, അത്യാവശ്യം ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു രൂപത്തിൽ അത്രയും തിന്നായാൽ മതി. എന്നാൽ ഓവർ കട്ടിയാവാനും പാടില്ല. അപ്പോൾ അത് നമ്മുടെ ഐഡിയക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ പരത്തിയതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രമാണ്. ഇതിൻ്റെ അളവിലാണ് ചെയ്തെടുക്കുന്നത്. ഇത്രയും ചെറുത് ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണം തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡിയക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യാം, അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഇത്രയും നൈസാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള മാവെല്ലാം ഇതേപോലെ നമുക്ക് പരത്തിയിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ നേരത്തെ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത്, ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെല്ലാം വെജീസ് ഉണ്ടോ
ഫില്ലിങ് അതിനനുസരിച്ചൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ അതേപോലെ തന്നെ മല്ലിയില, ഇങ്ങനെ എല്ലാ വെജീസും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു 3 ഐറ്റം എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം സവാള എന്ത് ചെയ്യണം ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഫില്ലിങ് കൂടുതലായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ൽ കൂടിയുള്ള ഫില്ലിംഗ് ആണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിംഗ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ സവാള മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ക്യാരറ്റും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അതുകൂടെ ഇതിലോട്ട് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതുകൂടെ ഇതിലോട്ട് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഫില്ലിങ് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാരണം നല്ല സ്പൈസസ് ഉണ്ടാകുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇതങ്ങനെയൊന്നുമല്ല. അപ്പോൾ അധികം ആൾക്കാർ സ്പൈസസ് ഇല്ലാണ്ടാണ് മോമോസ് തയ്യാറാക്കാറുള്ളത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പൈസസ് ആഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ മിക്സിയിൽ വെച്ചിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സോയാ സോസ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സോയാ സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർ കാണാം, നമ്മൾ ചിക്കൻ ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ടല്ലേ ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. ചിലർ എന്ത് ചെയ്യും, പച്ച ചിക്കൻ ഉണ്ടാവില്ലേ, ബോൺലെസ് ചിക്കനായിട്ടുള്ള പച്ച ഇറച്ചി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഫില്ലിങ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു നല്ല തോന്നുന്നത് ഇങ്ങനെ വേവിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഫില്ലിങ് എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മോമോസ് പൊട്ടിപ്പോകില്ല. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള പല രീതിയിൽ, ഇപ്പോൾ പല ഷേപ്പിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മോമോസ് തയ്യാറാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് കുഞ്ഞു ഞെറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ കാണാൻ നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ടാവും. ഇതിങ്ങനെ ചെറുതിങ്ങനെ കാണാനായിട്ടൊരു കിഴി പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഇതെല്ലാം ഞാൻ ഇതേപോലെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് എന്താ പറയുക, നല്ല തിന്നാക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യാം, മാവ് അത്രയും കുറച്ച് ടൈം എടുക്കും കുക്ക് ചെയ്യാൻ, അതായത് സ്റ്റീം ചെയ്യാൻ കുറച്ച് ടൈം ആകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓയിലോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡാക്കിയൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റോ പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ മൈദ, അത് കുറച്ചൊന്ന് കുടഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിലും ഒട്ടി പിടിക്കില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഏതായാലും ഡയറക്റ്റ്, കാരണം പെട്ടെന്ന് സ്റ്റീം ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷന് പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം മുന്നേ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്താവും, ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവും, നല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ഇതൊന്ന് ആവിക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതേപോലെ
ഒരു ഓട്ടപ്പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഓരോന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, എത്രത്തോളം അതിൽ പോവോ അത്രയും. ഓവറായിട്ട് ഇങ്ങനെ മേലെ കുക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 4 തവണയായിട്ടാണ് ഇതേപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്നിച്ച് വെക്കാണ്ട് കുറേശ്ശെ വെക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എത്രത്തോളം പോകുന്നു അത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മോമോസ് ചട്നി തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പച്ച തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് എന്ത് ചെയ്യില്ല, അല്ലാണ്ട് ഇങ്ങനെ ഓവറായിട്ട് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മോമോസിൻ്റെ ഫില്ലിങ്ങിൽ ഓവർ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചട്നിയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് മുളകിൻ്റെ ആ ഒരു എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് ബാലൻസ് ആയിക്കോളും. അതിന് കൂടെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ കുറച്ച് ടൈം എന്ത് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് മോമോസ് ചട്നി തയ്യാറാക്കാം. പിന്നെ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വിനാഗിരി കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ മോമോസ് ചട്നി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചട്നി തയ്യാറാക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഓയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കരുത്. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മോമോസ് ചട്നിയും അതേപോലെ തന്നെ ചിക്കൻ മോമോസും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് അല്ലേ ചിക്കൻ മോമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചിക്കൻ മോമോസും അതേപോലെ തന്നെ ഈ മോമോസ് ചട്നിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണേ. എന്നാൽ മാത്രമേ ഇനിയും വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.